എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഒരു ലിസ്റ്റ് ഓഫ് സ്റ്റോക്സ് കുറച്ച് ഒരു 5 അല്ലെങ്കിൽ ഒരു 10 നമ്പേഴ്സ് ഓഫ് സ്റ്റോക്സ് കയ്യിൽ വച്ചിട്ട് 10 തന്നെ കൂടുതലാണ്. പലരും അതിനെ ചുരുക്കി 4-5 സ്റ്റോക്സായിട്ട് അവർ ഫിൽട്ടർ ചെയ്ത് കാലങ്ങളോളം ആ ഒരു പാറ്റേണിൽ മാത്രം ആ ഒരു സ്റ്റോക്സിൻ്റെ ലിസ്റ്റിൽ മാത്രം ട്രേഡ് ചെയ്യുന്ന അതിൽ ഏതെങ്കിലും ഒരു സ്റ്റോക്കിനെ 1-2 സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ്സ് മനസ്സിലാക്കിയിട്ട് അതേ സ്റ്റോക്കിനെ തന്നെ വീണ്ടും ഫോളോ ചെയ്ത് ഒരു ഇൻട്രാഡേ ട്രേഡിങ്ങിലേക്ക് അവർ ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രുമെൻറ്റ്സ് മാത്രം യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നവരെ പറ്റിയിട്ടുള്ള അതിൻ്റെ ഗുണം എന്താണ്, അതായത് പവർ ഓഫ് ട്രേഡിങ് സെയിം സ്റ്റോക്സ് എവറി ഡേ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ആക്ച്വലി. സോ ഇത് കേൾക്കുമ്പോൾ പലർക്കും ഇത് അറിയാവുന്നതാണ് എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ അതെങ്ങനെ സാധ്യമാകുമെന്ന് തോന്നലുണ്ടാവാം. പക്ഷേ പ്രാക്ടിക്കലി വയബിളാണ്. എനിക്ക് എടുത്തു പറയാൻ അറിയുന്ന പേര്, എൻ്റെ സ്റ്റുഡൻസ് തന്നെ ഒത്തിരി പേര് അങ്ങനെ ഫോളോ ചെയ്യുന്നവരുണ്ട്. സോ ഞാൻ പേരിവിടെ പറയുന്നില്ല. അവരൊക്കെ കുറച്ച് ലിസ്റ്റ് ഓഫ് സ്റ്റോക്സ് അവരുടെ കയ്യിലുണ്ട്. വളരെ ചുരുക്കം സ്റ്റോക്സ് ആയിരിക്കും അവർ വെച്ചേക്കുക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ടാറ്റ സ്റ്റീൽ, റിലയൻസ്, HDFC ഇതുപോലുള്ള ഹൈ ബീറ്റ വാല്യൂ സ്റ്റോക്സ്. എന്താണ് ഹൈ ബീറ്റ വാല്യൂ സ്റ്റോക്സ്? നിങ്ങളത് ശ്രദ്ധിക്കുക, ഈ വേർഡ്, കാരണം അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്തരം ഒരു സ്ട്രാറ്റജി ആയിട്ട് നിങ്ങളൊരു ട്രേഡിംഗ് സ്റ്റൈൽ, സ്ട്രാറ്റജി എന്ന് പറയാൻ പറ്റത്തില്ല, അതിനൊരു ട്രേഡിംഗ് സ്റ്റൈൽ എന്ന് പറയാം. അപ്പോൾ ആ ഒരു ട്രേഡിംഗ് സ്റ്റൈൽ നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമുക്ക് എക്സ്പീരിയൻസ് വേണം, ചെയ്തൊരു പരിജ്ഞാനം ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ അതിൽ കൺസിസ്റ്റൻ്റ് ആണെന്ന് നമുക്കൊരു വിശ്വാസം വരുന്ന ഒരു ട്രേഡിംഗ് സ്റ്റൈൽ, ഒരു സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ അതിലേക്ക് വേണ്ടിയിരുന്ന കുറച്ച് ഇൻപുട്സ് നിങ്ങൾക്ക് തരാം. ബാക്കി അതിനെ ഡെവലപ്പ് ചെയ്യേണ്ടുന്നത് നിങ്ങളുടെ ജോലിയാണ്. ഇതൊരു ഓവർനൈറ്റ് കൊണ്ട് നമുക്കൊരിക്കലും അതിൽ മാസ്റ്റർ ആവാൻ സാധിക്കത്തില്ല. ഡെഫിനറ്റ്ലി യു റിക്വയർ സം പ്രാക്ടിക്കൽ എക്സ്പെരിമെൻറ്റ്, അല്ലേ? അപ്പോൾ അത് പ്രാക്ടിക്കൽ എക്സ്പെരിമെൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്ട്രെയിറ്റ് അവേ ലൈവ് ട്രേഡിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റോക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു സ്റ്റോക്കൊക്കെ നമുക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പഠനത്തിൻ്റെ ആവശ്യത്തിന് നമുക്ക് വലിയ ചിലവൊന്നും വരുന്ന കാര്യമല്ല. അതല്ല, അതിനും കഴിയില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞു തരുന്ന സെറ്റപ്പ് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് അതിൻ്റെ ബേസിസിൽ നിങ്ങൾ എഴുതി നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നിങ്ങൾക്ക് നോക്കാം. ഇന്നടുത്ത് ഞാൻ എൻട്രി ചെയ്തു, ഇന്നടുത്ത് ഞാൻ എക്സിറ്റ് ചെയ്തു, എനിക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നോക്കാം. ബെറ്റർ നിങ്ങൾ ഒരു 1000-2000 രൂപയൊക്കെ ഇട്ട് ബിഗിനർ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ട്രേഡർ ആയിക്കോട്ടെ, പക്ഷേ ഈ പവർ ഓഫ് ട്രേഡിങ് സെയിം സ്റ്റോക്സ് എന്ന് പറയുന്നതിൻ്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഇൻട്രാഡേയിൽ നമുക്ക് ഇക്വിറ്റി, അതിലും ഇൻട്രാഡേയിലെ ലിവറേജോടുകൂടി തന്നെ നിങ്ങൾക്ക് അത്തരം ട്രേഡുകൾക്കൊക്കെ നിങ്ങൾക്ക് പോകാൻ സാധിക്കും. നിങ്ങൾക്ക് പ്രോഫിറ്റ് പ്രോബബിലിറ്റി കൂടുതലായിരിക്കും. പക്ഷേ പ്രോബബിലിറ്റി കൂടുതലാണ്, നിങ്ങൾക്ക് ഒന്നും പ്രോഫിറ്റ് ലഭിക്കുമെന്നൊന്നും ഒരിക്കലും ഞാൻ പറയുന്നില്ല. അത് നമ്മളുടെ എല്ലാ ദിവസവും പ്രോഫിറ്റ് കിട്ടുന്ന ഒരു സാധനമല്ല ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയില്ലേ എന്ന് ചോദിച്ചാൽ കഴിയും, ലോസും ഉണ്ടാവും. സ്വാഭാവികമായിട്ട് എല്ലാ ദിവസവും ലോസിലേക്കും പോകാം. സോ ഞാൻ ഈ പറയുന്നതൊന്നും ഒരിക്കലും ഒരു അഡ്വൈസ് അല്ല, റെക്കമെൻഡേഷനും അല്ല. ദിസ് ഇസ് പ്യോർലി ഫോർ യുവർ എഡ്യൂക്കേഷണൽ പർപ്പസ്. നിങ്ങൾ മനസ്സിലാക്കുക, സെറ്റപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുക. അതിന് വേണ്ടുന്ന നമുക്ക് ഒരു ട്രേഡിംഗ് സ്റ്റൈൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ പറ്റി നമുക്ക് വിവരണം ഞാൻ ഇവിടെ തരാം. നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ദൻ ചാർട്ട്സ് മസ്റ്റായിട്ട് വേണം. ദന്ന് ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ ദന്നിൻ്റെ ലിങ്ക് ഉണ്ടാവും. ദൻ ലിങ്ക് ഉപയോഗിച്ച് നമുക്ക് ഫ്രീ ആയിട്ട് ഈ സെറ്റപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ലാപ്ടോപ്പിലും അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ഉപയോഗിച്ച് മാത്രമേ നിങ്ങൾ ട്രേഡിങ്ങിലൊക്കെ ഏർപ്പെടാൻ പാടുള്ളൂ. മൊബൈൽ ഫോണിൽ നമുക്ക് ആപ്പ് ഉപയോഗിച്ച് അതിനെ ഫോളോ ചെയ്യാം. ഒരിക്കൽ ട്രേഡ് എക്സിക്യൂഷനൊക്കെ നടത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫോളോ ചെയ്യുന്നത് ആപ്പ് യൂസ് ചെയ്യാം. സോ നിങ്ങൾ എല്ലാവരും നല്ലൊരു പ്രോ ട്രേഡർ ആകണമെങ്കിൽ ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് നിങ്ങൾ നിർബന്ധമായും യൂസ് ചെയ്യാൻ ശ്രമിക്കുക. വൺ തിങ്. അടുത്തത്, ഈ പറയുന്ന സെറ്റപ്പ് നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, സോ നമുക്ക് സെറ്റപ്പിലേക്ക് പോവാം. അപ്പോൾ നിങ്ങളിവിടെ കാണുന്നത് ഞാനിപ്പോൾ പറഞ്ഞ ഒരു പരാമർശിച്ച സ്റ്റോക്ക് തന്നെയാണ്. ടാറ്റ സ്റ്റീൽ നമ്മുടെ മുന്നിലുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഹൈ ബീറ്റ സ്റ്റോക്സ് കണ്ടെത്താം എന്നുള്ളത് നിങ്ങൾക്കൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കേണ്ട കാര്യമില്ല. ഞാൻ എളുപ്പം പറഞ്ഞു തരാം. സിംപ്ലി നിങ്ങൾ ഗൂഗിളിലേക്ക് പോവുക.
ഹൈ ബീറ്റ, നോക്കൂ ഹൈ ബീറ്റ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഹൈ ബീറ്റ സ്റ്റോക്സ് NSE എന്ന് വരും. ഹൈ ബീറ്റ, വാട്ട് ഈസ് ബീറ്റ വാല്യൂ? നത്തിങ് ബട്ട് ബീറ്റ ഈസ് എ കോറിലേഷൻ ബിറ്റ്വീൻ സ്റ്റോക്സ് പെർഫോമൻസ് ആൻഡ് നിഫ്റ്റി പെർഫോമൻസ്. എഗൻസ്റ്റ് നിഫ്റ്റീനെ അപേക്ഷിച്ചിട്ട് ആ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നതിനും മുകളിലാണോ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നതിന് താഴെയാണോ അത് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളത് മാത്രം മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ ബീറ്റ വാല്യൂ 1 എന്ന് പറഞ്ഞാൽ നിഫ്റ്റിക്കും സ്റ്റോക്കിനും ഒരേ മൂവ്മെൻറ്റ്, ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ ഒരേ ഡയറക്ഷൻ, ഒരേ പോലുള്ള മൂവ്മെൻ്റ് ആണെന്ന് അർത്ഥം. ഹൈ ബീറ്റ വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? നിഫ്റ്റി ഒരു പോയിൻ്റ് മുകളിലേക്ക് പോയാൽ ഇത് ബീറ്റ വാല്യൂ 1.2 എന്ന് പറയുകയാണെങ്കിൽ ഇത് 1.2 പോയിൻറ്റ്സ് മുകളിലേക്ക് പോകും. ബീറ്റ വാല്യൂ 1.5 ആണെന്നെങ്കിൽ നിഫ്റ്റി 100 പോയിൻറ്റ്സ് പോവുകയാണെങ്കിൽ ഇത് 150 പോയിൻറ്റ്സ് മുകളിലേക്ക് പോകും എന്ന് മാത്രമല്ല താഴ്പോട്ടേക്കും. നിഫ്റ്റി 100 പോയിൻറ്റ്സ് ഡൗൺ സൈഡ് പോവുകയാണെങ്കിൽ ബീറ്റ വാല്യൂ ഇത് 1.5 ആണെങ്കിൽ ഇത് 150 പോയിൻറ്റ്സ് താഴ്പോട്ടേക്ക് പോകാം. അല്ലെങ്കിൽ പെർസെൻറ്റേജ് വൈസിൽ അത് അത്രമാത്രം കൂടുതൽ വോളറ്റിലിറ്റി കൂടുതലായിരിക്കും എന്നർത്ഥം. ഹൈ ബീറ്റ സ്റ്റോക്സ് പൊതുവേ എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഹൈ ട്രേഡ് വോള്യൂം സംഭവിക്കുന്ന സ്റ്റോക്സിൻ്റെ പുറത്ത് ഹൈ ബീറ്റ സാധ്യത കൂടുതലായിരിക്കും. ട്രേഡ് വോള്യൂം കൂടുതൽ വരുന്ന സ്റ്റോക്സ്. അതുകൊണ്ടാണ് നിഫ്റ്റി 50 നിങ്ങൾക്കറിയാം ലാർജ് ക്യാപ് സെഗ്മെൻറ്റ്സ്, ലാർജ് അല്ല അതൊക്കെ ജോയിൻറ്റ് ക്യാപ് സെഗ്മെൻറ്റ്സിലൊക്കെ ഹൈ ബീറ്റ, ചിലതിലൊക്കെ ലോ ബീറ്റ ആയിരിക്കാം. ചില പെർട്ടിക്കുലർ സ്റ്റോക്സ് ലാർജ് ക്യാപ് സെഗ്മെൻറ്റിലുള്ളതിൽ കൂടുതൽ ഹൈ ബീറ്റ സ്റ്റോക്സ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇപ്പോൾ നമ്മളിവിടെ ലിസ്റ്റ് ഓഫ് ഇത് നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, ഹൈ ബീറ്റ സ്റ്റോക്സ് നമുക്ക് ഒരുപാട് ഇൻഡെക്സ് ഇതിലൂടെ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഓക്കെ, ഇത് നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ഹൈ ബീറ്റ സ്റ്റോക്സ്, നമുക്ക് ലിസ്റ്റ് ഓഫ് ഹൈ ബീറ്റ സ്റ്റോക്സ് എന്ന് പറഞ്ഞ് നമുക്ക് ഹൈ ബീറ്റ സ്റ്റോക്സ് നോക്കൂ. വോഡാഫോൺ, പവർ, PFC, REC ലിമിറ്റഡ്, അദാനി പോർട്ട്, വേദാന്ത, ടാറ്റ സ്റ്റീൽ, ശ്രീറാം ഫിനാൻസ്, അദാനി എൻ്റർപ്രൈസസ്, അലുമിനിയം, നാഷണൽ അലുമിനിയം, ഇങ്ങനെ ഒത്തിരി നിങ്ങൾക്ക് ആ ലിസ്റ്റ് ഹൈ ബീറ്റ സ്റ്റോക്ക് 50, ഹൈ ബീറ്റയുടെ 50 സ്റ്റോക്സ് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതുപോലുള്ള ഓരോ ദിവസവും ഇത് മാറണമെന്നില്ല. ഇതിൽ നിന്നും നിങ്ങളുടേതായ എക്സ്പെരിമെൻ്റൽ ആസ്പെക്റ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ അനാലിസിസ് ഉപയോഗിച്ച് നിങ്ങളൊരു 5-10 സ്റ്റോക്സ് നിങ്ങൾ കരുതി വെക്കുക. ഞാൻ എൻ്റെ ലിസ്റ്റ് ഒരു 5 സ്റ്റോക്സ് അല്ല 5 to 10 സ്റ്റോക്സ് എടുത്തിട്ട് നോക്കൂ. ടാറ്റ സ്റ്റീൽ, ട്രെൻഡ്, ടൈറ്റൻ, HDFC ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ടാറ്റ കൺസൾട്ടൻസി, TCS, ബജാജ് ഫിനാൻസ്, L&T, മാരുതി, റിലയൻസ്, ICICI, മഹേന്ദ്ര. ഇതൊന്നും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വ്യൂസിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് സ്റ്റോക്സ് നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ്. നിങ്ങൾക്ക് എന്നിട്ട് അതിനെ ഒരു വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. ഫസ്റ്റ് പോയിൻ്റ് നമ്മുടെ ധൻ ചാർട്ട് ഉപയോഗിക്കുക. ധൻ ചാർട്ടിൽ പോയിട്ട് നിങ്ങൾ വാച്ച് ലിസ്റ്റ് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് നിങ്ങൾ ഇത്തരം സ്റ്റോക്സ് നിങ്ങൾക്ക് വേണ്ടുന്ന ഡെയിലി ഇതിൽ നിന്ന് മാത്രം ഏതെങ്കിലും 1-2 ട്രേഡ് എടുക്കുക. ഇതാണല്ലോ നമ്മുടെ പർപ്പസ്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മൾ സ്റ്റോക്സ് കണ്ടെത്തുക, നെയിം കണ്ടെത്തുക, വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. ദെൻ കംസ് ടു വാച്ച് ലിസ്റ്റ്. ഇപ്പോൾ നമുക്ക് ടാറ്റ സ്റ്റീൽ നോക്കാം. ടാറ്റ സ്റ്റീലിൻ്റെ ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ എങ്ങനെയാണ് ടാറ്റ സ്റ്റീൽ ഇപ്പോൾ എന്താണെന്നൊക്കെ മൂവ് ചെയ്യുന്ന നോക്കുക. ഇതിന് വേണ്ടുന്ന 2 ഇൻഡിക്കേറ്റേഴ്സ് കോമൺലി നമുക്ക് വോള്യൂം ഇൻഡിക്കേറ്റർ അവിടെ ഉണ്ട്. ഇനി വേണ്ടുന്ന 2 ഇൻഡിക്കേറ്റർ. ഒന്ന് ആസ് യൂഷ്വൽ ഞാൻ പലപ്പോഴും പറയാറുള്ള EMA ക്രോസ്. നിങ്ങൾ ഇൻഡിക്കേറ്ററിൽ പോയിട്ട് EMA എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ EMA ക്രോസ് എന്ന് പറഞ്ഞൊരു ഇൻഡിക്കേറ്റർ ഉണ്ടാവും. EMA ക്രോസ് കൊടുക്കുക. അതിന് നിങ്ങൾക്ക് സെറ്റിങ്സിൽ പോയിട്ട് അതിൻ്റെ തിക്നെസ് ഒക്കെ വേണമെങ്കിൽ കൂട്ടാം, കളേഴ്സൊക്കെ, ലൈൻസ്. ഇപ്പോൾ 2 EMA ക്രോസിൽ മെയിനായിട്ട് 2 EMA ഉണ്ടാവും. ഒന്ന് ഫാസ്റ്റ്, ഒന്ന് സ്ലോ. അതായത് നമുക്കിപ്പോൾ ഇതിലിപ്പോൾ ഞാൻ കൊടുത്തേക്കുന്ന EMA ക്രോസിൽ ഏതൊക്കെ EMAs ആണെന്ന് നോക്കുകയാണെങ്കിൽ ഇൻപുട്ട് നോക്കും 9 EMA, ഷോർട്ട് അല്ലെങ്കിൽ ലോങ്. അത് നമുക്കൊന്ന് സ്പീഡ് അല്ലെങ്കിൽ പതുക്കെ സഞ്ചരിക്കുന്നത്, ഫാസ്റ്റായിട്ട് സഞ്ചരിക്കുന്നതെന്നാണ് അർത്ഥം. പ്രൈസിനോട് ചേർന്ന് സഞ്ചരിക്കുന്നതിൻ്റെ ആസ്പെക്റ്റിലാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ ഷോർട്ട് ഇവിടെ ഇപ്പോൾ എത്രയാണ് കൊടുത്തേക്കുന്നത്? 9 EMA ആണ്.
ലോങ് എന്ന് പറഞ്ഞാൽ 21 ഡേ EMA ആണ്. അപ്പോൾ ഷോർട്ട് EMA ആൻഡ് ലോങ് EMA. അതിൻ്റെ കളേഴ്സ് നോക്കൂ. അത് ഷോർട്ട് EMAക്ക് റെഡ് കളറും ലോങ് EMAക്ക് ബ്ലൂ കളറും കൊടുത്തിട്ടുണ്ട്. തിക്നെസ് ഞാൻ നോർമലി ഒരു സ്മോൾ തിക്ക് വരും, അതിനേക്കാൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ട് ഒരു ലോങ് തിക്നെസ് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ സെറ്റിങ്സ്. വെരി സിമ്പിൾ, നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇനിയൊരു ഇൻഡിക്കേറ്റർ നമുക്ക് ആവശ്യമാണ്. അതാണ് കമ്പാരിറ്റീവ് റിലേറ്റീവ് സ്ട്രെങ്ത്, നോട്ട് RSI. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് അല്ല, കമ്പാരിറ്റീവ് റിലേറ്റീവ് സ്ട്രെങ്ത്. കമ്പാരിറ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ ഏതോ ഒരു കമ്പാരിസൺ വരുന്നുണ്ട് അല്ലേ? അത് ഏത് കമ്പാരിസണാണ്? നമ്മൾ ഏതോ ഒരു ഇൻഡിക്കേറ്ററിനെ കമ്പയർ ചെയ്യുന്നു. അപ്പോൾ അത് കമ്പയർ ചെയ്യുന്നത് നമ്മുടെ സ്റ്റോക്ക്, ഇപ്പോൾ എടുത്തിരിക്കുന്ന സ്റ്റോക്ക് ഏതായാലും അതിനെ ഏതുമായിട്ട് കമ്പയർ ചെയ്യുന്നു? നിഫ്റ്റിയുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററിനെയാണ് കമ്പാരിറ്റീവ് റിലേറ്റീവ് സ്ട്രെങ്ത്. അപ്പോൾ റിലേറ്റീവ് സ്ട്രെങ്ത്, അപ്പോൾ ആ സ്ട്രെങ്ത് എത്രയാണ്? കമ്പാരിറ്റീവ്ലി നിഫ്റ്റിയെ അപേക്ഷിച്ച് റിലേറ്റീവ്ലി ഈ സ്റ്റോക്കിന് എത്ര സ്ട്രെങ്ത് ഉണ്ട്, എത്ര വീക്ക്നെസ് ഉണ്ട്, എത്ര സ്ട്രെങ്ത് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതിൻ്റെ ഇൻഡിക്കേറ്റർ ഓപ്പൺ ചെയ്യുമ്പോഴും ഇതേമാതിരി നിങ്ങൾക്ക് 2 ലൈൻസ് കാണാൻ കഴിയും. ഇത് കമ്പയർ ചെയ്യുന്ന ബ്ലൂ ലൈൻ നോക്കൂ, ഇത് ഏതാണ്? ഇത് നിഫ്റ്റിയുടെ ലൈനാണ്. നിഫ്റ്റി താഴ്പോട്ടേക്ക് ഇങ്ങനെ പോകുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് നോക്കാം. ധനിൻ്റെ ചാർട്ടിൽ പോയിട്ട് നിഫ്റ്റി എടുത്തിട്ട് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസത്തെ ഇൻട്രാഡേയിൽ നിഫ്റ്റി എങ്ങടേക്കാണ് പോകുന്നത് നോക്കൂ. നിഫ്റ്റി ഡൗണിലാണ്, കണ്ടോ? ഇവിടെ നിഫ്റ്റിയുടെ ലൈൻ നോക്കൂ, സ്ട്രെയിറ്റ് ലൈനാണ് പോകുന്നത്. കാരണം വേറെ നിഫ്റ്റിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സോ അതുകൊണ്ട് ഇത് ഒരൊറ്റ ലൈനായിട്ട് ഇവിടെ വരുമ്പോൾ ഇതിന് കമ്പാരിസൺ ഇല്ല. ഈ ബ്ലൂ ലൈൻ നോക്കൂ, ഇത് തന്നെ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. നിഫ്റ്റി ഇന്നത്തെ ഡെയിലി ക്യാൻഡിലിൽ നോക്കൂ, ഡൗൺ സൈഡ് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിനെ എടുത്ത് നോക്കുമ്പോൾ ഇത് നമ്മൾ 1 ഡേയിൽ അപ്പോൾ ഓൾ ടുഗദർ നിഫ്റ്റി ഡൗണിലാണ്. അത് നിഫ്റ്റി ഡൗൺ ആകുമ്പോൾ സ്റ്റോക്ക് അതിനേക്കാൾ നല്ല രീതിയിൽ ഡൗൺ ആകുന്നു. 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ഒരു കമ്പനി എന്ന് പറയുന്നത് സെക്ടോറൽ ഇതിൽ വൈസ് നോക്കുമ്പം നിഫ്റ്റി മെറ്റൽ സെക്ടറിലാണ്. നിഫ്റ്റി മെറ്റൽ സെക്ടറിൽ തന്നെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള കമ്പനിയാണ് ടാറ്റ സ്റ്റീൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ടാറ്റ സ്റ്റീലിൻ്റെ ബീറ്റ വാല്യൂ അപ്പോൾ കമ്പാരിറ്റീവ്ലി കൂടുതലായതുകൊണ്ടല്ലേ നിഫ്റ്റി താഴ്ന്നു, അതിനേക്കാൾ കൂടുതലായിട്ട് ഇത് താഴ്ന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു പോയിന്റ്. ഇനി ഇത് എല്ലായ്പ്പോഴും താഴ്ന്നു. ഈ താഴ്ചയും ഇതിനെ ക്രോസ് ചെയ്ത് പോകുന്ന സമയത്ത് അതിനനുസരിച്ച് ബുള്ളിഷ്, അത് ക്രോസ് ചെയ്ത് ഡൗൺ വരുമ്പോൾ അതനുസരിച്ച് ബെയറിഷും ആകും എന്നുള്ള ഒരു സിനാരിയോ നമ്മൾ മൈൻഡിൽ കണ്ടെത്തുക. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ ലോജിക്ക്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇൻട്രാഡേയിൽ എങ്ങനെ ചെയ്യാം? അപ്പോൾ ഡെയിലി ക്യാൻഡിൽ വെച്ചിട്ട് നമുക്ക് ഇൻട്രാഡേ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ടൈം ഫ്രെയിം ചെറുതാക്കുന്നു. ഞാനിപ്പോൾ 5 മിനിറ്റ്സ് ഇൻ്റർവെല്ലിൽ കൊടുത്തു കഴിഞ്ഞാൽ നോക്കൂ, സ്റ്റോക്ക് ഇപ്പോൾ 5 മിനിറ്റ്സ് ഇൻ്റർവെല്ലാണ് നിൽക്കുന്നത്. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നേതാ 29 രാവിലെ 9:15 ഈ ഒരു ക്യാൻഡിൽ ഇതാണ് ഇന്നത്തെ ദിവസം. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഈ ഒരു ദിവസമാണ്. ഇവിടെ മുതലാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ദിവസം രാവിലെ എന്താ സംഭവിച്ചിരിക്കുന്നത്? രാവിലെ ഓൾറെഡി തലേ ദിവസം തന്നെ നമുക്ക് അറിയാൻ പറ്റും നിഫ്റ്റിക്ക് മുകളിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് ഇവിടെ അറിയാൻ പറ്റുന്നുണ്ട്. അത് ഒരു പോയിന്റ്. സിംപിളി അത് കഴിഞ്ഞ് രാവിലത്തെ ഫസ്റ്റ് ക്യാൻഡിൽ ഓപ്പണിങ് കഴിയുമ്പോൾ നിങ്ങൾ ഒന്നും ബഹളം വെച്ച് ചാടി ഇറങ്ങി ഒന്നിലേക്കും പോകാൻ നിൽക്കരുത്. ഓൾറെഡി ആ രാവിലത്തെ സമയം നിഫ്റ്റി 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നിഫ്റ്റി അപ് ടു എത്ര മണി വരെയാണ് നിഫ്റ്റി നോക്കൂ, 12:30 മണി വരെയും നിഫ്റ്റി എങ്ങോട്ടായിരുന്നു? മുകളിലേക്ക് തന്നെയായിരുന്നു. അതും എസ്പെഷ്യലി രാവിലെ 10:30 മണി വരെ നിഫ്റ്റി ഷാർപ്ലി മുകളിലേക്ക് തന്നെയായിരുന്നു പോയിക്കൊണ്ടേയിരുന്നത് ഓരോ 5 മിനിറ്റ്സ് ടൈം ഫ്രെയിം വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ നിഫ്റ്റി മുകളിലേക്കാണ്. അതേമാതിരി ഈ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കും മുകളിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം നമ്മൾ ഇനി എന്താ മനസ്സിലാക്കേണ്ടുന്നത്? ഈ ഒരു ഞാൻ ഈ ലൈൻ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകും, നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്യാൻഡിൽ, മോർണിംഗ് ക്യാൻഡിൽ. അതൊരു ഹ്യൂജ് ക്യാൻഡിൽ. അത് മാത്രമായിട്ട് തന്നെ ഏതാണ്ട് 1% ഈ ഒരു ഒറ്റ ക്യാൻഡിലിൽ ഹൈപ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോർമൽ കേസിൽ ATR എന്ന് പറയും, ആവറേജ് ട്രൂ റേഞ്ച്. ഒരു നോർമൽ റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ടാറ്റ സ്റ്റീൽ പോലുള്ളതൊക്കെ 1% മുകളിലൊക്കെ, അതും ഒരൊറ്റ 5 മിനിറ്റ്സ് കൊണ്ട് തന്നെ മുകളിലേക്ക് പോവുക, അതിനുശേഷം വീണ്ടും മുകളിലേക്ക് പോവുക. ഓവറോൾ നോക്കൂ, ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തത്
ഒരു 10 മിനിറ്റ്സ് കൊണ്ട് അന്നത്തെ ഡേയിൽ തന്നെ 1.2% അപ്സൈഡിൽ പോയി കഴിഞ്ഞു. പിന്നെ എന്തായാലും എന്ത് സംഭവിക്കും? കറക്ഷൻ വരും. അപ്പോൾ അതിനിടയിൽ നമുക്ക് എന്നാൽ ഇതിനകത്ത് ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ട്രേഡറിന് വേണമെങ്കിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്താം. ഇവിടെ പോവുക, ദെൻ എഗെയിൻ ഒരു റീട്രേസ്മെൻറ്റ്. അപ്പോഴേക്കും ഈ ലൈൻ തിരിച്ച് താഴെ വരുമ്പോൾ തിരിച്ച് റീട്രേസ് ചെയ്യുമ്പോൾ അപ്പോഴും മുകളിൽ തന്നെയാണ്, പക്ഷെ താഴെ വന്നു. അത് കഴിഞ്ഞ് വീണ്ടും റിജക്റ്റ് ചെയ്ത് ഈ ഒരു ക്യാൻഡിൽ, അപ്പോഴേക്കും ഈ ഒരു ക്യാൻഡിൽ വീണ്ടും മുകളിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലോ കഴിഞ്ഞ് ഈ ഒരു ഹൈക്ക് മുകളിൽ ട്രേഡിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീസണബിളി അറൗണ്ട് വീണ്ടും ഒരു നിയർ അബൌട്ട് 1% ട്രേഡ് ലഭിക്കും. പക്ഷേ ഇത് ഞാൻ പറഞ്ഞു, ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സെറ്റപ്പ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഒരു മിനിമം 10 to 1 month നിങ്ങൾ ഇതിൽ നല്ലോണം എക്സ്പെർട്ടൈസ് ആകാൻ ശ്രമിച്ചാൽ 100% ഗ്യാരണ്ടി നിങ്ങൾക്ക് ഒരു 99% വിന്നിങ് റേഷ്യോ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. 4-5 സ്റ്റോക്ക് ഈ ഒരു സെറ്റപ്പ് EMA ക്രോസ് കമ്പാരിറ്റീവ് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് താഴെ വെക്കുക. നിഫ്റ്റിക്ക് എഗൻസ്റ്റ് ആണോ അല്ലെങ്കിൽ നിഫ്റ്റിക്ക് താഴെയാണോ മുകളിലാണോ ട്രേഡ് ചെയ്യുന്നത്, 5 minutes ടൈം ഫ്രെയിം വേണമെങ്കിൽ നിങ്ങൾ 3 minutes ടൈം ഫ്രെയിമും എടുത്തോളൂ. ബട്ട് 5 minutes ഈസ് കമ്പാരിറ്റീവ്ലി എ ഗുഡ് ടൈം ഫ്രെയിം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ 15 minutes ടൈം ഫ്രെയിം ഓൾസോ ഇസ് ഗുഡ്. ഇത്രയും മനസ്സിലാക്കുക. ഇത് വെച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. സോ ഈ ഒരു സ്റ്റോക്ക് ഇന്നത്തെ ദിവസത്തേക്ക് ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ അസ് എന്ന് കാണാം. ബിക്കോസ് ഫസ്റ്റ് 5 to 10 minutes തന്നെ പരമാവധി ഒരു ബാക്കിയുള്ള ക്യാൻഡിൽസൊക്കെ നോക്കൂ, 5 minute ക്യാൻഡിലിൽ നോർമൽ റേഞ്ചാണ്. പക്ഷെ അതിൽ നിന്ന് അബ്നോർമലായിട്ടൊരു സ്പൈക്ക് പോയി, അതിന് ശേഷം താഴെ വന്ന് വീണ്ടും കയറി, പിന്നെ നോക്കൂ ഇങ്ങനെ കൺസോളിഡേറ്റഡ് ആയിക്കൊണ്ടേ ഇരിക്കും എന്നൊരു. പക്ഷേ ഇവിടെ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എപ്പോഴാണ്? ഇവിടെ നമ്മൾ മിണ്ടാതിരുന്നതിന് ശേഷം നമ്മൾ എപ്പോഴാണോ നോക്കൂ ഇത് ക്രോസ് ഓവർ നിഫ്റ്റി കമ്പാരിറ്റീവ് ലൈൻ വന്നിട്ട് സ്റ്റോക്ക് ഈ ഒരു കമ്പാരിറ്റീവ് റിലേറ്റീവ് സ്ട്രെങ്ത്തിനെ ക്രോസ് ചെയ്യുന്നത് കൊണ്ടോ, ഈ ക്രോസിംഗ് പോയിൻറ്റും അതേമാതിരി EMA ക്രോസും ഒരുമിച്ച് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഇതിൻ്റെ പ്രീവിയസ് ലോ ഏതാണോ ഈ ഒരു ലോയ്ക്ക് താഴെ നിങ്ങൾക്ക് ഗ്യാരൻറ്റീഡ് ആയിട്ട് നമുക്ക്, ഗ്യാരൻറ്റി മീൻസ് 100% അല്ല ഞാൻ പറയുന്നത്, ഒരു കോൺഫിഡൻസ്, ഗ്യാരൻറ്റി അല്ല, കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ ഈ പ്രീവിയസ് ഹൈ സ്റ്റോപ്പ് ലോസ് ഇവിടെ കൊടുത്തിട്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് 1:1 റിസ്ക് റിവാർഡോ നിങ്ങൾക്ക് ഒരു മിനിറ്റ് ഷോർട്ട് പൊസിഷനിൽ പോവുകയാണ് നിങ്ങൾ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ നോക്കൂ 1:1 തന്നെ, 1:1 അല്ല ഇത് 1:2 വരെ പോയിട്ടുണ്ട്. നോക്കൂ അപ്രോക്സിമേറ്റ്ലി 1:1.8 റിസ്ക് റിവാർഡ് ഇതിൻ്റെ മുകളിൽ നിങ്ങൾ വയ്ക്കുകയാണെങ്കിൽ 1:1.5 റിസ്ക് റിവാർഡിൽ നിങ്ങൾക്ക് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഇതിൽ നിന്നും പോരെ. നമുക്ക് ഇൻട്രാഡേ എന്ന് പറയുമ്പോൾ നമുക്ക് ലിവറേജ് കൂടുതലാണ്. അപ്പോൾ ലിവറേജ് കൂടുതലാകുമ്പോൾ ഇതാണ് ട്രേഡ്. സിമ്പിളായിട്ട് നമുക്ക് ഈ ട്രേഡ്സ് നമുക്ക് ഇത് ഈസി ആയിട്ട് അക്യൂർ ചെയ്യാം. എന്ത് വേണം, 2 ക്രോസസും അടുപ്പിച്ച് വരുന്നു, EMA ക്രോസും കറക്റ്റായിട്ട് വരുന്നു. അതേമാതിരി നിഫ്റ്റിക്ക് താഴ്പോട്ടേക്ക് വരികയാണെങ്കിൽ ഉടനെ അവിടെ നിൽക്കത്തില്ല. താഴ്പോട്ടേക്കാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ലോ വരും, പിന്നീട് മാത്രമേ ലൈറ്റായിട്ട് ഹൈയിലേക്ക് പോയി പിന്നെ ഇത് അപ്പോഴേക്ക് നിഫ്റ്റിയും താഴ്ന്നു. ശ്രദ്ധിക്കുക, നിഫ്റ്റിയുടെ ലൈനും താഴ്പോട്ടേക്കാണ് വരുന്നത്, കണ്ടോ. സോ ഈ ഒരു കമ്പാരിസണും നമുക്ക് ഗുഡാണ്, അതിനോടൊപ്പം ഇതും നമുക്ക് പോസിറ്റീവാണ്. ഇതൊരൊറ്റ പോയിന്റിൽ മാത്രമേ ഇന്നത്തെ ദിവസം ഈ ഒരു സ്റ്റോക്കിന് ഇൻട്രാഡേ ഒരു ട്രേഡറാണ് നിങ്ങളെങ്കിൽ ഈ ഒരൊറ്റ മൂവ്മെൻറ്റ് മാത്രമേ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്യാച്ച് ചെയ്യാനും പറ്റും. അത് നിങ്ങൾക്ക് ഈക്വിറ്റി തന്നെ പോകണമെന്നില്ല, നിങ്ങൾക്ക് ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്യാം, അതും നിങ്ങൾക്ക് എന്താ പറയുക ഡിസ്കൗണ്ടഡ് പ്രൈസിൽ ലഭിക്കും. ഇല്ല നിങ്ങൾക്ക് ഓപ്ഷൻസ് ചെയ്യുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈക്വിറ്റി ഓപ്ഷൻസിലും നിങ്ങൾക്ക് ഇതേ ബൈയിങ് സൈഡിൽ അല്ലെങ്കിൽ സെൽ ഓപ്ഷൻ ചെയ്യുന്നവർക്കാണെങ്കിൽ ഇവിടെ കോൾ ഡയറക്റ്റ് ഇപ്പോൾ നേക്കഡ് സെല്ലിങ് പാടില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ നേക്കഡ് ബൈയിങ്, നേക്കഡ് ഓപ്ഷൻസ് ഒരിക്കലും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ പേഴ്സണലി എൻ്റെ അഡ്വൈസ് എന്ന് പറയുന്നത്. എന്നാലും ഇത്തരം നമുക്ക് കറക്റ്റായിട്ടൊരു ഡയറക്ഷണൽ ട്രേഡ് നമുക്ക് കണ്ടെത്താൻ സാധിച്ചാൽ ഇത്തരം ഫീച്ചേഴ്സ് നമുക്ക് ഉപയോഗിച്ച് നല്ല ഗാമ എഫക്റ്റോട് കൂടി നമുക്ക് മാക്സിമം പ്രോഫിറ്റിലേക്ക് എത്തിക്കാൻ പറ്റും. ഇൻസ്റ്റൻ്റ്ലി നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാനും പറ്റും. നോക്കൂ ഇവിടെ നിന്ന് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ 5, 10, 15, 20 മിനിറ്റ്സിനുള്ളിൽ ട്രേഡ് കഴിയും. അപ്പോഴേക്ക് റീസണബിളായിട്ട് നമുക്ക് കിട്ടേണ്ടുന്ന പ്രോഫിറ്റ് അവിടെ ലഭിക്കും. ഇനി അടുത്ത സ്റ്റോക്ക് നോക്കുകയാണെങ്കിലോ, നമുക്ക് നോക്കാം അടുത്ത സ്റ്റോക്ക് ഏതാണെന്ന്.
ജസ്റ്റ് ഒന്ന് ഓരോരോ സ്റ്റോക്കിൻ്റെ ഇപ്പോൾ ഇതിലൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ഇന്നത്തെ ദിവസം എന്താ കണ്ടെത്തി നമ്മൾ കൃത്യമായിട്ട് സിമ്പിൾ. ഇവിടെ ക്രോസ് ഓവർ വരുന്നു, ഇവിടെയും ക്രോസ് ഓവർ വരുന്നു. നമുക്ക് അടുത്ത ക്യാൻഡിൽ വരുമ്പോൾ തന്നെ നമുക്ക് ആ ക്രോസ് ഓവർ ഇവിടെ വരും. സാർ അത് ഇവിടെ വന്നതിന് ശേഷം മാത്രമേ വരുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ക്രോസ് ഓവർ കൃത്യമായിട്ട് നമുക്ക്, കാരണം 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ വരുമ്പോൾ നമുക്ക് ക്രോസ് ഓവർ മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ച് നമുക്കിവിടെ ട്രേഡ് എടുക്കാൻ പറ്റും. ഇനി അടുത്തൊരു സ്റ്റോക്ക് നോക്കാം, ട്രെൻഡ്. അതെന്താ അവസ്ഥ? അതിൻ്റെ അവസ്ഥ അതും രാവിലെ ഇവിടെ നോക്കൂ, തലേ ദിവസം നമ്മൾ ഇതാണ് മോർണിംഗ് 9:15 ക്യാൻഡിൽ, 9:15 ക്യാൻഡിൽ തന്നെ 9:15 ക്യാൻഡിൽ ഇതാ നിൽക്കുന്നു. ഇതാണ് 9:15 ക്യാൻഡിൽ ഇന്നത്തെ. ഈ 9:15 ക്യാൻഡിലിൽ തന്നെ എന്ത് സംഭവിച്ചു? ഫസ്റ്റ് ഇതുവരെ താഴെ നിന്നിട്ട് ഷടേന്ന് നിഫ്റ്റി ഇന്നത്തെ ദിവസം ഇതിൻ്റെ നിഫ്റ്റി നാച്ചുറലി രാവിലെ നമുക്ക് 10:30 മണി വരെ ഷാർപ്പ് അപ്പ് മൂവ്മെൻ്റ് ആയിരുന്നു നിഫ്റ്റി. അത് തന്നെയാണ് ഇവിടെ നിഫ്റ്റി നല്ല മൂവ്മെൻറ്റ് കൊടുത്തു. പക്ഷേ ബീറ്റ വാല്യൂ കൂടുതലായതുകൊണ്ട് നിഫ്റ്റീൻ്റെ 2-3 ഇരട്ടി ഫാസ്റ്റായിട്ട് ട്രെൻഡ് എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്ക് മുന്നോട്ട് പോയി. ബിക്കോസ് ഓഫ് ബീറ്റ വാല്യൂ ഇസ് വെരി ഹൈ. അതൊരു റീസൺ. അപ്പോൾ ഇവിടെ നിന്നൊരു ക്രോസ് ഓവർ കൊടുത്തു ഈ ഒരു ക്യാൻഡിൽ. അപ്പോൾ 5 മിനിറ്റ്സ് ക്യാൻഡിലിനെ നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം അടുത്ത ക്യാൻഡിൽ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഏതാ ഈ ഹൈ ബ്രേക്ക്, കാരണം ഫസ്റ്റ് ക്യാൻഡിൽ ഒരിക്കലും ഇവിടെ നിന്ന് നമുക്ക് ട്രേഡ് എടുക്കുക പോസിബിൾ അല്ല. എടുക്കാനൊക്കെ സാധിക്കും, ബട്ട് എന്നാലും ഇവിടുത്തെ ക്രോസ് ഓവറും മാച്ചായി വരുന്നത് എവിടെയാണ്? ഇവിടെ എത്തുമ്പോഴേ ഈ ക്രോസ് ഓവർ മാച്ച് ആകത്തുള്ളൂ. അപ്പോൾ ഇതിന് മുകളിൽ നിങ്ങളൊരു ട്രേഡിലേക്ക് പോയാൽ നിങ്ങൾക്ക് പിന്നെ റീസണബിളി എവിടെയാണത് ക്രോസിങ് ഡൗൺ വരുന്നത്? ഈ ഒരു ക്യാൻഡിലിൻ്റെ എവിടെയാണ്? അത് ഈ ഒരു ക്യാൻഡിൽ മീൻസ് ഓൾമോസ്റ്റ് ഈ ഒരു പോയിന്റ് കണ്ടോ, ഈ ഒരു പോയിന്റിൻ്റെ അവിടെയാണ്. എന്നിട്ട് പിന്നെ അത് ഇവിടെ വന്നിട്ട് വീണ്ടും അത് ഡൗണിലേക്ക് വന്നു. പക്ഷേ നമുക്കത് ഗ്യാരൻറ്റീഡ് അല്ല. നമ്മൾ ഉടനെ ഇത് സ്കാൽപ്പിംഗ് മാതിരി നിങ്ങളിത് ട്രീറ്റ് ചെയ്യണം. ഇതേ നോക്കൂ, ഇവിടെ നിങ്ങൾ ഈ ഒരു ക്യാൻഡിലിൽ നിങ്ങൾ എക്സിറ്റ് ആയാൽ തന്നെ നോക്കൂ, സപ്പോസ് ഇപ്പോൾ ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾക്ക് എക്സിറ്റ് ആയാൽ പോലും നിങ്ങൾക്ക് എത്ര മിനിറ്റാണ്? 5, 10, 15, 20, 25, 30, 35, 55 മിനിറ്റ്സ്. ടോട്ടൽ 55 മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾക്ക് ഈ 1 അവറിനുള്ളിൽ നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ്? 1%, 33 പോയിൻറ്റ്സ് ഫ്യൂച്ചേഴ്സിലൊക്കെ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ റീസണബിളി പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും. അപ്പോൾ അതെ, പക്ഷേ ഇവിടെ ക്രോസ് ഓവർ എവിടെ കണ്ടു കഴിഞ്ഞാലോ ഇമ്മീഡിയറ്റ്ലി പിന്നെ നിങ്ങൾ അതിൽ പിന്നെ എന്താ പറയുക, അതിന് മുകളിലേക്ക് പോകാനോ അല്ലെങ്കിൽ അതിനുശേഷം പിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഡേഞ്ചറാണ്. ഓക്കെ, അതിന് മുന്നോടിയായിട്ട് നമുക്ക് കിട്ടുന്ന ലാഭം എടുക്കുക, മുന്നോട്ട് പോവുക. ഇൻട്രാഡേ ട്രേഡ് ആണെങ്കിൽ ഇൻട്രാഡേയിൽ നിങ്ങൾക്ക് ഏത് ഇൻസ്ട്രുമെൻറ്റ് ചൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ഇക്വിറ്റി ചൂസ് ചെയ്യാം, ഓപ്ഷൻസ് ചൂസ് ചെയ്യാം, ഫ്യൂച്ചേഴ്സ് ചൂസ് ചെയ്യാം. നിങ്ങൾ ഓപ്ഷൻസും ഫ്യൂച്ചേഴ്സും ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? കഴിയുന്നതും ഒരു ഹെഡ്ജ്ഡ് പൊസിഷനിൽ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇൻട്രാഡേ ചെയ്യുന്നതും നിങ്ങൾ കഴിയുന്നത് ഡെലിവറി ആയിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അതിന് MTFൽ വേണമെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യാം. നമുക്ക് ധനിൽ നല്ല രീതിയിൽ MTF പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻട്രാഡേ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നമുക്ക് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് നമ്മളെ ബാധിക്കും. നമുക്കത് ഹോൾഡ് ചെയ്യാനും പറ്റാത്ത സാഹചര്യം വരും. അതുകൊണ്ട് ചെയ്യുന്നെങ്കിൽ ചെയ്യാം, നോ പ്രോബ്ലം. ബട്ട് അത്രമാത്രം നിങ്ങൾക്ക് കോൺഫിഡൻസ് നമുക്ക് ബിൽഡ് ചെയ്യാൻ ഈ ഒരു സെറ്റപ്പ് നിങ്ങൾ നല്ലോണം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. 100% നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ സാധിക്കും. ദാറ്റ്സ് പെർഫെക്റ്റ്ലി യു ക്യാൻ ഡു ഇറ്റ്. ഐ എം ഷുവർ അബൌട്ട് ദാറ്റ് കേസ്. ഓക്കെ, സോ അതൊന്ന് ശ്രദ്ധിക്കാം. അടുത്തത് നമുക്ക് ഇനിയൊരു സ്റ്റോക്ക് നോക്കാം. ഇനിയൊരു സ്റ്റോക്ക് നോക്കൂ, ടൈറ്റൻ എന്ന് പറഞ്ഞ സ്റ്റോക്ക്. ഇതെന്താണ് അവസ്ഥ? ഇതിലൊരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്താൻ പറ്റുമോ? നോക്കാം നമുക്ക്. 29 നോക്കൂ, 9:50 ഈ ഒരു ക്യാൻഡിലാണ് ഇന്നത്തെ മോർണിംഗ് ക്യാൻഡിൽ. രാവിലെ തന്നെ ഇതിൻ്റെ അവസ്ഥ നോക്കൂ, നിഫ്റ്റിയും ഇതും ഒരേപോലെ നിൽക്കുകയാണ്. വലിയ എന്താ പറയുക, നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തരുന്ന രീതിയിലല്ല. ഓൾമോസ്റ്റ് ബീറ്റ അത്ര കണ്ട് സ്മൂത്ത് അല്ല, ഐ മീൻ വോളറ്റാലിറ്റി അല്ല. സോ കഴിയുന്നത് ഇതിനങ്ങ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക, ലീവ് ഇറ്റ്. അടുത്ത സ്റ്റോക്ക് ഏതാ? HDFC ബാങ്ക്. ഇതിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റിക്ക് സാധ്യത. നമുക്ക് 9:15 ക്യാൻഡിൽ എവിടെയാണ് വരിക? 10 and 20, 9:15 രാവിലെ ഒരു നല്ല ഗ്യാപ്പ് അപ്പിൽ പോയിട്ട് സഡൻലി താഴെ വന്നു. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരു ക്രോസ് ഓവർ നമ്മൾ വന്നു. ഇവിടെയും അപ്പോൾ ക്രോസ് ഓവർ വന്നല്ലോ സാറിന് ചോദിച്ചു കഴിഞ്ഞാൽ വന്നു. പക്ഷേ ഇവിടെ EMA ക്രോസ് വന്നില്ല. പക്ഷേ ഇവിടെ EMAയും ക്രോസ് ഓവറായി.
അതേമാതിരി നിഫ്റ്റിയുടെ ഇടയിലും ക്രോസ്. ഈ ഒരു ക്യാൻഡിലിൽ നല്ലോണം ക്രോസ്സായി. നമ്മൾ വെയിറ്റ് ചെയ്യുക. അടുത്ത ക്യാൻഡിലിൻ്റെ ഇവിടുത്തെ ഹൈ വന്നു, ദെൻ അഗൈൻ അടുത്ത ക്യാൻഡിൽ ഇവിടെ വരുമ്പോൾ EMA ക്രോസും ഇത് ഓൾറെഡി ക്രോസ് ഓവറായി. നിഫ്റ്റി മുകളിലേക്കാണ്, സ്റ്റോക്കും മുകളിലേക്കാണ്. 3 കണ്ടീഷൻസ് ഇവിടെ സാറ്റിസ്ഫൈഡ് ആയി. ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു ഹൈക്ക് മുകളിലേക്ക് നിങ്ങൾക്ക് ആരാംസെ ട്രേഡിലേക്ക് പോകാം. അതിനുശേഷം നിങ്ങൾക്ക് അപ് ടു ഏത് ലെവൽ ഇതിൻ്റെ ഈ ഒരു ഇവിടുത്തെ ക്രോസ് ഓവർ ഡൗൺ വരുമ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എത്ര നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റ് വരെ ആണെങ്കിൽ പോലും 0.65 പോയിന്റ്സ് നമുക്ക് എന്ത് കിട്ടും. പക്ഷെ നമുക്ക് അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ നിന്ന് ഇതിന് മുകളിലേക്ക് ചെയ്തുകൂടെ? ഇതുവരെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 1% കിട്ടിയില്ലേ? പക്ഷെ അത് നമുക്ക് ഗ്യാരൻറ്റീഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൻ്റെ ഈ ക്രോസ് ഓവർ നമ്മൾ ചിലപ്പോൾ ഇതിന് മുകളിലേക്ക് ഇനിയും പോയിക്കൂടെ എന്നൊരു തോന്നലുണ്ടാവാം. അത് നിങ്ങളുടെ IQ യൂസ് ചെയ്യണം. അതാ ഞാൻ പറഞ്ഞു, എക്സ്പീരിയൻസ് വേണം, എക്സ്പെരിമെൻറ്റും വേണം. എക്സ്പെരിമെൻറ്റിലൂടെ നിങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ ആർജിച്ചെടുത്താൽ ഒരു 4-5 സ്റ്റോക്സ് മതി നമുക്ക് ഡെയിലി പ്രോഫിറ്റ് നേടാൻ വേണ്ടുന്ന ഒരു സെറ്റപ്പ് ബിൽഡ് ചെയ്തെടുക്കാൻ. ഓക്കെ, സോ അത് നിങ്ങൾക്ക് കീനായിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കൂ. ഇത് തന്നെയാണ് ഇതിൻ്റെ സിംപ്ലിസിറ്റി. ഇപ്പോൾ ഇത് കുറച്ച് പോയിൻ്റേ ഉള്ളൂ എന്നല്ല, ഇത് നല്ല പ്രോഫിറ്റബിലിറ്റി കൂടുതൽ തരും നമുക്ക്. ഒരു 1%, ബിലോ 1% ആണെങ്കിൽ തന്നെ അത് നല്ല പ്രോഫിറ്റബിലിറ്റിയിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും. ഒരു ദിവസം തന്നെ ഈ 4-5 എല്ലാ ഇൻസ്ട്രുമെൻറ്റിനും ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത്. 101% ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരു റെഡിമെയ്ഡ് ക്യാപ്സ്യൂൾ പരുവത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും ട്രേഡ് ചെയ്തുണ്ടാക്കി നിങ്ങൾക്ക് ഞാൻ പ്രോഫിറ്റ് തരാനുള്ള ഒരു എന്താ പറയുക ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് അതിൽ നിന്നാ ഇതൊരു വൈറൽ വീഡിയോ ആകാൻ വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടും എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർഡ് വർക്ക് ഉപയോഗിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു സെറ്റപ്പ് കരസ്ഥമാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എളുപ്പത്തിന് ഒന്നും നേടിയെടുക്കാൻ പറ്റത്തില്ല. ഈ പറയുന്ന കാര്യങ്ങൾ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുക, കണ്ട് നോക്കിയിട്ട് എന്തൊക്കെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് നോക്കുക, തന്നെ ഡൗൺലോഡ് ചെയ്യുക, ദൻ ചാർട്ട് യൂസ് ചെയ്യുക. അതിനകത്ത് ഫ്രീ ആയിട്ട് ഈ കാര്യങ്ങൾ ഒരു മാസത്തേക്കെങ്കിലും നിങ്ങൾ റിയൽ ട്രേഡ് എൻവിറോൺമെൻറ്റിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുക. ഒരു സ്റ്റോക്ക് വാങ്ങൂ, നിങ്ങൾ ട്രേഡ് ചെയ്യൂ. അങ്ങനെ നിങ്ങൾ ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യൂ, കോൺഫിഡൻസ് ബിൽഡ് ചെയ്യൂ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞു തരാത്തത് എന്താ നോക്കൂ, ഇവിടെ ഒരു ക്രോസ് ഓവർ വന്നു, ഇവിടെ ഓൾറെഡി ക്രോസ് ഡൗൺ വന്നു, കണ്ടോ? ഇവിടെ ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഇല്ലേന്ന് ചോദിച്ചാൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഷോർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇവിടെ നിഫ്റ്റി ക്രോസ് ചെയ്തു, പക്ഷേ EMA ക്രോസ് നടന്നില്ല. ഇവിടെ നോക്കൂ, EMA ക്രോസ് ചെയ്യുന്നു, അതേമാതിരി നിഫ്റ്റിക്ക് താഴെയാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്, നിഫ്റ്റിയും താഴ്പോട്ടേക്ക് പോകുന്നു. അപ്പോൾ ഇത് 3 കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈഡ് ആണ്. ദെൻ ഇനി അടുത്ത് എന്താ വേണ്ടത് നമുക്ക്? ഇനി വേണ്ടത് ലോജിക്കൽ തോട്ടാണ്. ലോജിക്കൽ തോട്ട് എന്താ വേണ്ടത്? അപ്പോൾ ഇവിടെ താഴെ ഈ ഒരു ഏരിയയിൽ നിൽക്കുന്നു, പ്രൈസ് ഇവിടെ വന്നു, മുകളിലേക്ക് പോയി, ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ക്യാൻഡിൽ നമ്മൾ ഇതെല്ലാം കണ്ടു ഉടനെ ഇവിടെ ചാടി കയറി നമ്മൾ ഷോർട്ടിലേക്ക് പോകരുത്. പകരം ഇവിടെ ഒരു ലൈൻ വരയ്ക്കുക, ഈ ഒരു ലൈൻ വരയ്ക്കുക. ഇതാണല്ലോ ഇതിൻ്റെ ഒരു കോർ ക്രക്സ് ഏരിയ എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയയ്ക്ക് താഴെ വീണ്ടും എപ്പോൾ പോകുന്നു? അപ്പോൾ ഇതാ ഈ ഒരു ക്യാൻഡിൽ ഇതിന് താഴെ വരുമ്പോൾ നിങ്ങൾ അതിന് മുന്നേ പ്രിപ്പയർ ചെയ്യുക, ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കുക, റെഡി ആയിരിക്കുക. ദെൻ ഗോ ഫോർ എ ട്രേഡ്. അത് ഏതുവരെ വന്നു? ഇത് ക്രോസ് ചെയ്ത് ഈ ഒരു ലെവൽ വരെ വന്നു. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ബോട്ട് നമുക്ക് മാക്സിമം കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഒരു 2-3 ദിവസം നിങ്ങൾ ഇത് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എവിടെ എക്സിറ്റ് ഇതും തമ്മിലുള്ള ഗ്യാപ്പ് ഞാൻ പറഞ്ഞു, മുന്നത്തെ ഇത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത് ഫാസ്റ്റ് മൂവിങ് ആണ്. 9 EMAയ്ക്കും നല്ലോണം ഗ്യാപ്പ് വന്നു പ്രൈസിന്. പ്രൈസ് എപ്പോഴും 9 or 5 EMAയ്ക്കോ മുകളിലേക്കോ താഴ്പോട്ടേക്കോ നല്ല ഗ്യാപ്പ് വരികയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, എത്രയും പെട്ടെന്ന് പ്രൈസ് തിരിച്ച് വീണ്ടും 9 അല്ലെങ്കിൽ 5 EMA ആണെങ്കിൽ 5 EMA അല്ലെങ്കിൽ 9 EMA അതിനോട് അടുക്കലേക്ക് പോകാനുള്ള ടെൻഡൻസി കാണിക്കും പ്രൈസ്. അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ വലിയ ഗ്യാപ്പ് വരുമ്പോൾ തന്നെ ഇവിടെ കൺസോൾട്ടേഷൻ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും, ഇത് നിങ്ങൾക്ക് എക്സിറ്റ് പോയിൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാൻ സാധിക്കും. അത് എപ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് അതേമാതിരി അതിൻ്റെ എന്താ പറയുക സ്റ്റോപ്പ് ലോസ് എവിടെ വയ്ക്കുക, ഇതിൻ്റെ ഹൈ വയ്ക്കുക സ്റ്റോപ്പ് ലോസ്.
നോക്കൂ, ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര പോലും ഇല്ല, കുറച്ച് റിസ്ക്കേ ഉള്ളൂ. റിവാർഡ് അപ് ടു ദിസ് മച്ച് നിങ്ങൾക്ക് 2.1:2.75% റിസ്ക് റിവാർഡ് ഉണ്ട് നിങ്ങൾക്ക്. ഇത്രയും സ്റ്റോപ്പ് ലോസ് 100% സ്റ്റോപ്പ് ലോസ് ഫോളോ ചെയ്യണം. കാരണം ഇൻട്രാഡേ ട്രേഡാണ്. സ്റ്റോപ്പ് ലോസിൽ യാതൊരു ദാക്ഷിണ്യം പാടില്ല. 101% സ്റ്റോപ്പ് ലോസ് മനസ്സിൽ കണ്ടിട്ട് തന്നെ നിങ്ങൾ പോകണം. മനസ്സിൽ മാത്രമല്ല, അതിവിടെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് നിങ്ങൾ കൃത്യമായിട്ടും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നിങ്ങൾ ഇതിനെ ഫോളോ ചെയ്യുക. ഈ ഒരു രീതി നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഇതിനെ ഫോളോ ചെയ്യണമെങ്കിൽ നമ്മൾ എക്സിറ്റ് ഇവിടെ കുറച്ചും കൂടെ നമുക്ക് ആ ഒരു പ്രോഫിറ്റ് പോയിന്റ് കുറയത്തുന്നേ ഉള്ളൂ. പക്ഷേ ലോസ് പോവില്ല നമുക്ക്. കാരണം ഇത് മുതൽ ഇതുവരെ വന്നു കഴിഞ്ഞു. ഇൻട്രാഡേ ആണ്, നമുക്ക് ക്വിക്ക് ട്രേഡിലേക്ക് വരുന്നു, ക്വിക്ക്ലി നമ്മൾ എക്സിറ്റും ആകുന്നു. സോ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് അതിനെ ഷുവറായിട്ട് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഓപ്പർച്യൂണിറ്റി ഒരുപാട്. സെയിം സ്റ്റോക്സ്, അത് 50 സ്റ്റോക്സിനെ എടുത്ത് വെച്ച് നോക്കണ്ട. സ്ക്രീനേഴ്സ് വേണ്ട, ഒന്നും വേണ്ട. ടെക്നിക്കൽ അനാലിസിസ് മാത്രം, ഇൻട്രാഡേയിൽ ടെക്നിക്കൽ അനാലിസിസ് മാത്രം ഉപയോഗിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്താൽ മതി. വലിയ ഫണ്ടമെൻ്റൽ അനാലിസിസിൻ്റെ ആവശ്യകത ഇല്ല. പക്ഷെ ഫണ്ടമെൻ്റൽ അനാലിസിസും കൂടെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതൊരു ജെമ്മാണ്. അത് വേറെ കേസ്, അത് നിങ്ങൾ പഠിക്കണം. അത് ഞാൻ പിന്നീട് പറയാം. പക്ഷേ ടെക്നിക്കലി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇൻട്രാഡേയിൽ ചാർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഇച്ചിരിയൊക്കെ നല്ലോണം ഹാൻഡിൽ ചെയ്യാൻ പഠിച്ച് 1 മാസം നിങ്ങൾ ഇതിൻ്റെ പിന്നാലെ നിങ്ങൾ നടന്നാൽ നിങ്ങൾക്ക് ഇതൊരു നല്ല ട്രേഡിംഗ് സെറ്റപ്പായിട്ട് മാറ്റാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.